പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഹലോ മോളു. അയ്യേ, 3 പേർക്ക് 2 ഐസ്ക്രീമോ? എനിക്ക് വേണ്ട മോളെ. വേണ്ടെങ്ക വേണ്ട, ഞങ്ങൾ കഴിക്കുമല്ലോ. പപ്പ അത് നോക്കിയിരിക്കും അല്ലേ മമ്മി? പപ്പ ഓക്കെ, നിങ്ങൾ കഴിക്കി, പപ്പ നോക്കിയിരിക്കാം. അത് വേണ്ട, മമ്മിക്കും മോൾക്കും കൊതി പറ്റും. കുറച്ച് പപ്പയ്ക്ക് കൊടുക്കാല്ലേ? ഓക്കെ. വാടിയുടെ ഒരു പരിചയമില്ലാത്തവരുടെ അടുത്ത് പോകരുതെന്ന് പലവട്ടം ഞാൻ പറഞ്ഞതല്ലേ. ഐസ്ക്രീം തെണ്ടി തിന്നുന്നു. മമ്മി നീ മിണ്ടരുത്. ഇപ്പൊ കുടുംബസമേത ആളുകൾ മയക്കുമരുന്ന് കച്ചവടം നടത്തണേ. മര്യാദ സംസാരിക്കണം. ആ, തോന്നിയ ദിവസം പറയേ. നിങ്ങളാ മര്യാദകൾ കാണിച്ചത്. മറ്റുള്ളവരുടെ കുട്ടിയെ പിടിച്ചിരുത്തി ഐസ്ക്രീം കൊടുക്കുന്നതാണോ മര്യാദ? ഐ എം സോറി മേഡം, ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല. മോള് വന്നപ്പോ ഞങ്ങളൊന്ന് കൊഞ്ചിച്ചു പോയി. ഞാനും സോറി പറയുന്നു. സോറി കയറിയൊന്നും വേണ്ട. അതെ, മക്കളെ പ്രസവിക്കുന്നവരാ സ്ത്രീകള്, അല്ലാത്തവരെ മച്ചികളാ, മച്ചികള്. വാടിയുടെ ആ സ്ത്രീ വായെ തോന്നിയത് പറഞ്ഞു എന്ന് കരുതി അതങ്ങ് വിശ്വസിക്കാം. നമുക്ക് കുട്ടികളില്ലാത്തതിന്റെ കാരണം ഞാനല്ലേ? അപ്പൊ ഞാനല്ലേ? അച്ഛായ ലൈറ്റ് ഒന്നിട്ടേ. ആ, ഇന്നത്തെ ദിവസേ പോയി. എന്തൊരു ചൂടാ. അച്ഛായ ഡോർ അടക്കണേ. പറഞ്ഞോളൂ അമ്മച്ചി. പറഞ്ഞോ അമ്മച്ചി, പറഞ്ഞോ. അതെ, അത് പിന്നെ അമ്മച്ചി, ഈ 10,000 രൂപ ഇപ്പോ ഞാനേ സാമ്പത്തികമായി കുറച്ച് ഞെരുക്കത്തില അമ്മച്ചി. എന്നാലേ ഞാനും നോക്കട്ടെ. ശരി അമ്മച്ചി, ഞാൻ വിളിച്ചോളാം. ഉറപ്പായിട്ടും വിളിക്കാം, ഉറപ്പ്. അമ്മച്ചിയെ വിളിച്ചേ ആശുപത്രി പോകണമെന്നും 10,000 രൂപ വേണമെന്നും പറഞ്ഞു. 10,000? എവിടെന്ന് കൊടുക്കാൻ? വല്ല സർക്കാർ ആശുപത്രിയിലും മറ്റും പോകാൻ പറ. കൊതു ഇപ്പൊ തന്നെ വിളിച്ചു പറ. എന്തെങ്കിലും ഇരിക്കണേ, വിളിക്ക്. പൈസ ഉണ്ടാവില്ല എന്ന് വിളിച്ചു പറ. വേഗം വിളിക്ക്. ഹലോ. അമ്മച്ചി, അതെ, ഈ പ്രൈവറ്റ് ആശുപത്രി പോയാൽ ഒരു ഗുണമുണ്ടാവില്ല. ആ പൈസ പോയത് തന്നെ. സർക്കാർ ആശുപത്രിയിലേ ഡോക്ടർക്കും മരുന്നിനും പൈസ വേണ്ട. വിധു അതന്നെ പറയുന്നത്. ശരി അമ്മച്ചി. എന്തിനാ ചായ എന്റെ പേര് പറഞ്ഞേ? താനല്ലേ വിളിക്കാൻ പറഞ്ഞു. ഈ ഒരൊറ്റ കാരണം മതി ഇച്ചാവിന്റെ അമ്മച്ചിക്ക് എന്റെ നേരെ വാളെടുക്കാൻ. അതിന് വിളിച്ചത് തന്റെ അമ്മച്ചിയാ. എനിക്ക് ഓഫീസിൽ പോണം. ഓക്കെ, തുടങ്ങാം. അതാ പിടിച്ചോ. ഇതാണോ? ഇതോ? അമ്മച്ചി ആശുപത്രി പോയേ എന്തോ. 10 5 കൊടുക്കായിരുന്നു. എന്നിട്ട് എന്തേ കൊടുക്കാഞ്ഞേ? താൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞു, ഞാൻ കൊടുത്തില്ല. അമ്മച്ചിക്ക് കൊടുക്കാം. ആണോ? ആ, അതെ, നിന്റെ മച്ചി എന്റെ മച്ചി ഒന്നൊന്നില്ല, രണ്ടും ഒന്ന് തന്നെ. അമ്മച്ചിക്ക് 10,000 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. സത്യം? സത്യം. എന്താ ഇവിടെ ആരുമില്ലേ? വാതിലൊക്കെ തുറന്നിട്ടിരിക്കുന്നത്. എന്തായാലും ഇരിക്കാം. അച്ഛൻ എവിടെ ഇരിക്കാലോ. എന്താ ഇവിടെ ആരുമില്ലേ? ഹലോ,
ആ അച്ഛനോ? ഇതെപ്പോ വന്നു? ഉച്ചനേരത്ത് പതിവില്ലല്ലോ. മോളിരിക്കേ. അച്ഛന് കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ? അയ്യോ, തൽക്കാലം ഒന്നും വേണ്ട. മഹി വന്നാ ഒന്ന് പള്ളിയിലോട്ട് വരാൻ പറയണം. ആ പറയാം. ഹലോ, എനിക്ക് മനസ്സിലായില്ല. ഇല്ല, എനിക്കൊട്ടും മനസ്സിലായില്ല. അതെങ്ങനെയാ ശബ്ദം കേട്ടാ മനസ്സിലാവുക? പരിചയക്കാരുടെ ശബ്ദമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ആരാന്ന് പറഞ്ഞൂടെ? ഞാൻ ഉണ്ണികൃഷ്ണൻ. SSLCക്ക് നമ്മൾ ഒരുമിച്ചായിരുന്നു. മാത്രമല്ല സ്കൂൾ കലോത്സവത്തിൽ ലളിതഗാനത്തിനും കവിതാപാരായണത്തിനും എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. ലസീതയുടെ അയൽവാസിയുമാണ്. ഇപ്പൊ ഓർക്കുന്നുണ്ടോ എന്റെ മഞ്ഞക്കിളി? ഉണ്ണിയോ? എടാ പണ്ടാറക്കാല, എന്നെ ഇങ്ങനെ കളിപ്പിക്കേണ്ടിയിരുന്നില്ല. പറ, നീ US-ലാണെന്നറിയാം. നാട്ടിൽ എന്ന് വന്നു? ഭാര്യ, മക്കൾ? കേൾക്കാൻ കൊതിയാവുന്നു. എല്ലാം പറയാം പിന്നീട്. ഇപ്പൊ ഞാൻ വിളിച്ചതേ, നമ്മുടെ SSLC ബാച്ചിന്റെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ വരുന്ന സൺഡേ സ്കൂളിൽ ഒത്തുചേരുന്നുണ്ട്. ഇത് എല്ലാവരും വിളിക്കാനുള്ള ചുമതല എനിക്കാ. വിധുവും ഹസ്ബൻഡും ഉറപ്പായും വരണം. ഉറപ്പായും വരും. ആ വരണം. നിന്റെ വാട്സ്ആപ്പ് നമ്പർ ഇത് തന്നെയാണോ? അതെ, ഇത് തന്നെയാണ്. അപ്പൊ ശരി, നെക്സ്റ്റ് സൺഡേ. ബൈ. ഓക്കെ, ബൈ. ഹായ് ഉണ്ണി. വെരി ഗുഡ് മോർണിംഗ്. പാട്ട് തകർത്തൂട്ടാ. എല്ലാരും തുള്ളിച്ചാടിച്ചില്ലേ? താങ്ക്സ് വിധു. അന്നെനിക്ക് വിധുവിനോട് ശരിക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ദേ എന്റെ മനസ്സിൽ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം എനിക്ക് സംസാരിക്കണം. ഉണ്ണി വീട്ടിലേക്ക് വാ. ഉച്ചയാൻ രാവിലെ പോയാ വൈകിട്ടേ വരൂ. അതുവരെ ഞാൻ ഫ്രീയാ. അതല്ലേ നല്ലത്? അതെന്താ? ആണോ? അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് പുറത്തെവിടെങ്കിലും മീറ്റ് ചെയ്യാം, ഫുഡും കഴിക്കാം. എന്താ? പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇച്ചായൻ വരുന്നതിന് മുൻപ് എന്നെ വീട്ടിലെത്തിക്കണം. ഓക്കെ, ഷുവർ. ബൈ. ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെ? എന്തെങ്കിലും പറ. എത്ര കോളേജിൽ പഠിച്ചാലും സ്കൂളിലെ ഓർമ്മകൾ അതൊന്നും വേറെ തന്നെയാ. ആ ഓർമ്മകളാണ് എന്നെ ഇപ്പോഴും അലട്ടുന്നത്. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടി അന്ന് തുടങ്ങിയതാ വിധുവിനോടുള്ള എന്റെ ഇഷ്ടം. ഇപ്പോഴും അതെന്റെ മനസ്സിൽ. എനിക്കും. അന്നത്തെ സാഹചര്യം എല്ലാം കൊണ്ടും നമുക്കെതിരായിരുന്നു. അതായത് വാരിക്കോരി സ്നേഹം കൊടുത്താലേ വീട്ടിലുള്ള ഭാര്യയും മക്കളെയും പോലും മറന്നു പോകുന്ന ഒരു പിഞ്ചു മനസ്സാണ് അവളുടേത്. ഉണ്ണി പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പഠിക്കുന്ന കാലത്ത് ഉണ്ണി എന്റെ പിറകെ നടന്നതും ഞാൻ മഞ്ഞക്കിളിയായതും ലസിത ഹംസമായതും എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഒരാളുടെ ഭാര്യയാണ്, ഹാപ്പിയാണ്. എല്ലാം എനിക്കറിയാം. എങ്കിലും ഞാനൊന്ന് പറയട്ടെ. ഉണ്ണി പറഞ്ഞോളൂ. ഇന്ന് എനിക്ക് പണവും സ്വാധീനമൊക്കെ ഉണ്ട്. പക്ഷേ സ്നേഹിച്ച പെണ്ണിനെ നഷ്ടപ്പെട്ടാലുള്ളൊരു വേദന, അത് എനിക്ക് വിധുവിനെ വേണം. ഉണ്ണി എന്തായി പറയുന്നേ? എന്റെ ഇഷ്ടം, എന്റെ സ്നേഹം. ഉണ്ണി നിർത്ത്. നീ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയേ. വിധു എന്റെ സ്നേഹം ചുമ്മാ ചാറ്റ് ചെയ്യാനോ നേരം പോക്കിനോ അല്ല, ഒന്നിച്ച് ജീവിക്കാനാ. 10ാം ക്ലാസ്സിലെ കുട്ടികളെ പോലെയാ സംസാരിക്കുന്നേ. ഉണ്ണിക്കൊരു കുടുംബമുണ്ട്, അത് മറക്കരുത്. കുടുംബം അത് ശരിയല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ഈ ശരിയിലേക്ക് വന്നേ. ദേ വിധു, എന്നെ നിരാശനാക്കരുത്. ഉണ്ണി, നീ എന്നെ കുഴപ്പിക്കലേ ഉണ്ണി. ഉണ്ണിയെ എനിക്ക് ഒത്തിരി ഇഷ്ടവും വിശ്വാസവുമാണ്. കൂടെ ജീവിക്കണമെന്ന് ഒരുപാട് കൊതിച്ചതല്ലേ പണ്ട്. സത്യം പറയാലോ ഉണ്ണി, നിന്നോട് സംസാരിക്കുമ്പോ ഞാനൊരു ഭാര്യയാണെന്നുള്ള ചിന്ത പോലും മറന്നു പോകുന്നു. അതാണ് ശരി. ഒന്നും നഷ്ടപ്പെടുമ്പോഴേ മറ്റൊന്നിന് വളമാകും. നമ്മുടെ കാര്യത്തിൽ ഇപ്പോൾ ശരി മാത്രമേ ഉള്ളൂ. ഉണ്ണി വാ, നമുക്ക് പോകാം.
അല്ലടി, ഉണ്ണിയെ കണ്ട വിശേഷം എന്തൊക്കെയാ? ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ഇത്ര പെട്ടെന്ന് അതൊക്കെ സംഭവിച്ചോ? അതൊക്കെ സംഭവിച്ചു. ആ, നിങ്ങൾക്ക് തമ്മിൽ ഓർക്കാൻ പലതുണ്ടല്ലോ. ആ, ഉണ്ണി നല്ലവനാ. പിന്നെ ഫാമിലി ലൈഫ് അത്ര സുഖല്ലെന്നാ അറിഞ്ഞത്. അതെന്താടി? വളരെ സന്തോഷത്തിൽ കഴിഞ്ഞതാ ഉണ്ണിയുടെ വിവാഹം. പിന്നെ അറിയുന്നത് തോന്നിയാസക്കാരിയായ ഒരു പണച്ചാക്കിനെയാ താൻ കെട്ടിയെന്ന്. കല്യാണത്തിന് മുമ്പ് ആ സ്ത്രീ ഒന്ന് പ്രസവിച്ചിട്ടുണ്ട് അത്ര. ആ കുട്ടിയെയാണ് ഉണ്ണി സ്വന്തം കുട്ടിയെ പോലെ വളർത്തുന്നത്. അവരെല്ലാം അമേരിക്കയിലാ, നാട്ടിൽ വരാറില്ല. കർത്താവേ, കഷ്ടം. ഒരു ദുരവസ്ഥ തന്നെയല്ലേ ലസിതേ? അതേടി, പറയുമ്പോ തന്നെ സങ്കടാവാ. വിധു, ആശുപത്രി പോയി വത്സനെ ഒന്ന് കാണണം. നീ വരുന്നുണ്ടോ? ഇച്ചായി വന്നിട്ട് ഞങ്ങൾ വന്നോളാം. അപ്പൊ ശരിയടി. വത്സന്റെ കാര്യം ഉണ്ണി അറിഞ്ഞില്ലേ? ആണോ? ഇപ്പൊ ആശുപത്രിയിലാണോ? ഏതായാലും ഉണ്ണി വേണ്ടത് ചെയ്യുമല്ലോ അല്ലേ? ആ ഉണ്ണി, ഷീജ വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം. ശരി ഉണ്ണി. ആ ഷീജെ, അല്ലടി, പെട്ടെന്ന് ആളുകൾക്ക് ഓരോന്ന് സംഭവിക്കുന്നത്. വത്സന്റെ ഭാര്യയുണ്ടോ ഹോസ്പിറ്റലില്? ഷീജെ, വത്സന്റെ സർജറിക്ക് ഒരാപത്തും വരാതിരിക്കാൻ ഒരു 100 മെഴുകുതിരി ഞാൻ പള്ളിയിൽ നേർന്നിട്ടുണ്ട്. അടി, ഞാൻ പെട്ടെന്ന് സുബൈർ വക്കീലിന് ജിപേ ചെയ്തോളാം. ശരി ഷീജെ, ബൈ. കഴിഞ്ഞു. ഇച്ചായ, വത്സൻ ഐസിയുല. ഒരു സർജറി വേണം. ഗ്രൂപ്പ് ഒരു തുക വത്സന് കൊടുക്കുന്നുണ്ട്. ഇച്ചായന് 1000 രൂപ ജിപേ ചെയ്യണം. 15-ാം തീയതിയാണ് വത്സന്റെ സർജറി. ദൈനി 4 ദിവസമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പ് നല്ലൊരു തുക നമ്മൾ വത്സന് എത്തിക്കണം. ജിപേയില് 25 പേരുടെ ക്യാഷ് വന്നിട്ടുണ്ട്. ക്യാഷായിട്ട് കുറച്ചുപേര് തന്നിട്ടുണ്ട്. അപ്പം മൊത്തം എത്ര വന്നിട്ടുണ്ട് വക്കീലേ? ഏകദേശം 50 പേരുടെ ക്യാഷ് കിട്ടിയിട്ടുണ്ട്. വരാനുള്ള പൈസ ഒക്കെ വരട്ടെ, ബാക്കി ഞാൻ എടുത്തോളാം. ആ, അത് നല്ലൊരു തീരുമാനാ. അതിനോട് ഞാനും യോജിക്കുന്നു. ഞാനും. അപ്പൊ പറഞ്ഞ പോലെ. അപ്പൊ എന്താ ഞങ്ങൾ ഇറങ്ങട്ടെ? ആയിക്കോട്ടെ. ഓക്കേടാ. ഓക്കെ, ശരിയടാ. അതെ, ഞാനേ ഇന്ന് വരാൻ വൈകും. ഒത്തിരി വൈകോ? അത് പറയാൻ പറ്റില്ല. ഷോക്ക് ഒരു ദിവസമല്ലേ. പിന്നെ ഗ്രൂപ്പിൽ ഫോൺ ചെയ്ത് കളിച്ചിരിക്കരുത്. ആര് വന്ന് ബെല്ലടിച്ചാലും വാതിലും തുറക്കണ്ട. എന്തിച്ചായ, ഇതുവരെ ഇല്ലാത്തൊരു കെയറിങ്. എന്തോ എനിക്കങ്ങനെ പറയാൻ തോന്നി. താനത് കാര്യാക്കണ്ട. അപ്പൊ ശരി. പിന്നെ ഗ്രൂപ്പുകൾ മറക്കണ്ട കേട്ടാ. വല്ലാത്തൊരു ഗ്രൂപ്പ്. ഹലോ ഉണ്ണി, മഞ്ഞക്കിളിയുടെ വീട്ടിലേക്ക് സ്വാഗതം. വരൂ. The number you have dialed is currently busy. Please try later. आपके द्वारा डायल किया गया नंबर अभी व्यस्त है. कृपया कुछ समय पश्चात प्रयास करें. വിധുവിന്റെ ഫോൺ എപ്പോഴും എൻഗേജാണ്. വിളിച്ചാലും കിട്ടുന്നില്ല. ആ ഗ്രൂപ്പ് അതിനൊക്കെ കാരണം. മനുഷ്യന്റെ സ്വൈര്യ ജീവിതം തകർക്കാറുണ്ടായതാ ഈ ഗ്രൂപ്പ്. സത്യത്തിൽ ഗ്രൂപ്പുകളൊക്കെ നല്ലതല്ലേ? എന്തിനും ഏതിനും അവർ ഓടിയെത്തും. പക്ഷേ ഈ ഗ്രൂപ്പ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സ്വന്തം ഭാര്യയൊന്ന് കോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇതെല്ലാം എൻ്റെ തോന്നലായിരിക്കാം. തോന്നലായാൽ മതിയായിരുന്നു.
വല്ലാത്തൊരു സന്തോഷം എനിക്കിപ്പോ തോന്നുന്നത്. എനിക്കും അത് പറഞ്ഞാ തീരില്ലുണ്ണി. ആ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ കിട്ടാത്ത സന്തോഷത്തിന് കാരണം നീയാടാ. എന്തായാലും വിധുവിന് വേണ്ടി എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞല്ലോ, എനിക്കത് മതി. അപ്പോ ഞാൻ ഇനി ഇറങ്ങട്ടെ. ഇത്രയും സന്തോഷം നൽകിയ ഉണ്ണിയെ ഞാൻ പെട്ടെന്ന് വിടുമെന്ന് തോന്നുന്നുണ്ടോ? പോടാ. പക്ഷേ മഹി എങ്ങാനും പെട്ടെന്ന് കയറി വന്ന പിന്നെ നോക്കണ്ട, അതോടെ തീർന്നല്ല. അതൊന്നും ചിന്തിച്ച് ഉണ്ണി ടെൻഷൻ ആവണ്ട. ഇപ്പോ ഞാൻ കൺഫേം ആക്കി തരാം. സ്പീക്കർ ഇട്. ഹലോ ഇച്ചായ. ഇതോ താൻ ഏതോ ഒലക്കയുടെ മൂട്ടിലെ ഫോൺ വെച്ചിരിക്കുന്നത്? രാവിലെ മുതൽ ഫോൺ എൻഗേജ് ആണല്ലോ. വിളിച്ച് തോറ്റു. ഇതൊന്നും ശരിയല്ല കേട്ടോ. തനിക്ക് മാത്രം വിളിക്കാനുള്ളതല്ല മൊബൈൽ ഫോൺ. ഇത് ഞാൻ രാവിലെ ഓഫീസിലേക്ക് വരുവാൻ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഗ്രൂപ്പിൽ ഇത് കളിക്കരുതെന്ന് അല്ലേ? എന്താ നീ ചെറിയ കുട്ടിയാ? ഇച്ചായ ഇന്ന് വത്സന്റെ സർജറിയാ, അതുകൊണ്ട് ഗ്രൂപ്പിലെ ഒട്ടുമിക്കവരും വിളിച്ചിരുന്നു. സോറി ഇച്ചായ. ആ ശരി വിളിച്ചാൽ കിട്ടുന്നിടത്ത് ഫോൺ മാറ്റി വെക്കി. ഇനി ഇത് ആവർത്തിക്കരുത് പ്ലീസ്. ഞാൻ ശ്രദ്ധിച്ചോളാം. ഇച്ചായം വരാൻ ഒത്തിരി വൈകോ? ഒന്നും പറയാൻ പറ്റില്ല, രാത്രിയാകും. ഒരു 9:30-10 മണിയെങ്കിലാവും. താൻ ഭക്ഷണം കഴിച്ചോളൂ. പിന്നെ വരുമ്പോ എന്തേലും മേടിക്കണോ? സവാള തക്കാളിയൊക്കെ ഇല്ലേ? അയ്യോ വേണ്ട, ഇച്ചായം നേരത്തിനങ്ങ് എത്തിയാ മതി. രാത്രിയാ, സൂക്ഷിച്ചു വരണേ. ശരി ഫോൺ കട്ട് ചെയ്തോ. ഇപ്പൊ കൺഫേം ആയില്ലേ? ഇനി ടെൻഷനൊന്നും വേണ്ട. ഞാനേ ഫോൺ എൻഗേജ് മോഡിലായിട്ടിരുന്നേ. പാവിച്ചായൻ. നമിച്ചു സുഹൃത്തെ. ഓ ഇപ്പോഴാ ശരിക്കും ശ്വാസം വീണു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എന്നെങ്ങനെ നോക്കല്ലടാ. എത്ര കണ്ടാലും എത്ര സംസാരിച്ചാലും എനിക്ക് മതിയാവില്ല വിധുവിനെ. എന്തിനാ ഉണ്ണി എന്നെ എത്ര മാത്രം സ്നേഹിക്കുന്നേ? വിധു എന്റെ എല്ലാം ആയതുകൊണ്ട്. ഇതു നീ ഇവർക്ക് കുടിക്കാനൊന്നും കൊടുത്തില്ലേ? ഒന്നും വേണ്ടെന്നാ പറഞ്ഞേ. ഞങ്ങളിപ്പോ കഴിച്ചതേ ഉള്ളൂ, ഒന്നും വേണ്ട. എന്നാ ഞങ്ങള് വന്ന കാര്യം പറയാം. അടുത്ത മാസം 18-ന് നമ്മുടെ ഗ്രൂപ്പ് ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 1 ഡേ ടൂർ. ഒരു കപ്പൽ യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2500 രൂപ ഒരാൾക്ക് കോസ്റ്റ് വരും. അഡ്വാൻസ് 1000 രൂപ അടച്ച് പേര് രജിസ്റ്റർ ചെയ്യണം. ഇനി എന്തെങ്കിലും കാരണവശാൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്യാഷ് നമുക്ക് റീഫണ്ട് ചെയ്യാട്ടോ. വരില്ലാന്ന് മാത്രം പറയരുത്. 48 സീറ്റ് ആകെ ഉള്ളത്. 45 പേരായിട്ടുണ്ട്. അതുകൊണ്ട് 2 ആൾ ഉറപ്പായിട്ട് വരും. ഉറപ്പായിട്ടും വരും ഇല്ലേ അച്ഛയ്യ? അതെ എന്താ മാഡം, നല്ല വിശപ്പുണ്ടല്ലോ. ഞാൻ തൊടുന്ന ഇഷ്ടമില്ലേ? എന്താ ഇതുവരെ ഇല്ലാത്ത മാറ്റം? എനിക്കറിയില്ല. പിന്നെ ആരാ അറിയേണ്ടത്? ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയേണ്ടവളാണ് ഭാര്യ. അത് പോട്ടെ, എനിക്കേ വല്ലാത്ത വിശപ്പുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്ക്. തന്നോട് പറഞ്ഞു കേട്ടില്ലേ കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്കാൻ? താൻ എന്താ കത്തിച്ച് കളിക്കാണോ? ഇയാൾക്ക് കയ്യും കാലുള്ളതല്ലേ, എടുത്ത് കഴിച്ചൂടെ?
എന്താ വിളിച്ചേ? ഇയാളെന്നോ? എവിടെ കിട്ടിയ പ്രയോഗം? നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞേ? കയ്യും കാലുള്ളതല്ലേ, എടുത്ത് കഴിച്ചോളാം അല്ലേ? ഡോ, തനിക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടോ? ഡോ, താൻ പോകുന്ന വഴി ശരിയല്ല, ശരിയല്ല. അത് താൻ മറക്കണ്ട. അത് താൻ അത് പിന്നെ അതെ, എനിക്ക് 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 ഭക്ഷണം വേണ്ട. വേണ്ടെങ്കിൽ വേണ്ടോ? വേണ്ട. ഒരു ദിവസം പട്ടിണി കിടന്ന ആരോഗ്യം കൂടുള്ളൂ, മനസ്സിലായോ? വിധു, തന്റെ പ്രോബ്ലം എന്താ? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്തോ ഒരു മാറ്റം നിൽക്കും. താനെന്താ മനുഷ്യനെ കുരങ്ങളിപ്പിക്കാണോ? എന്തായാലും കാര്യം പറ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ പിന്നെ ഈ കാട്ടിക്കൂട്ടലിന്റെ അർത്ഥം? വിധു, ദഹനക്കിടന്നെങ്കിലും വിധു, 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 അച്ഛോ, അച്ഛോ, അച്ഛൻ വീട്ടിലേക്കൊന്ന് വരണം. വിധു, വിധു, അച്ഛോ, എന്താ മോനെ? എന്താ 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 കാര്യം മഹി? എന്താ ഉണ്ടായി? അച്ഛമ്മ, മഹി, നീ കാര്യം പറ. വിധു എവിടെ? അതന്നെ എന്ന് വെച്ചാ അവളെ കാണുന്നില്ല. ഞാൻ എന്തായി കേൾക്കുന്നത്? കർത്താവേ, താൻ എന്തായി പറയുന്നത്? എന്റെ ഭാര്യയെ കാണുന്നില്ല അച്ഛോ. താൻ എല്ലായിടത്തും നോക്കിയോ? നോക്കി. അപ്പോ പോലീസിൽ അറിയിക്കണം. വേണം.
വേണം. പക്ഷേ എനിക്കൊന്നിനും കഴിയുന്നില്ല അച്ചോ. വിഷമിക്കാതെ മോനെ, എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ടാവും. അച്ചോ, അവരുടെ SMS വന്നിരിക്കുന്നു. താനത് വായിക്ക്. നോക്കിയിരിക്കാതെ വായിക്കടവും. വായിക്ക്. ഇച്ചായ, എന്നെ തിരയണ്ട. ഞാൻ ആത്മഹത്യ ചെയ്യില്ല. എത്തിപ്പെടേണ്ടിടത്ത് സന്തോഷത്തോടെ എത്തിച്ചേർന്നു. 35 വർഷത്തിന് ശേഷം സ്കൂൾ ഗ്രൂപ്പിലെ ഉണ്ണി എന്ന ഉണ്ണികൃഷ്ണൻ്റെ കൂടെ ഇനിയുള്ള കാലം ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല, ഇപ്പോൾ ഉണ്ണിയുടെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എനിക്ക് അച്ചായനോട് അതിരറ്റ സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നു. എന്നോട് ക്ഷമിക്കുക. വിധു ഉണ്ണികൃഷ്ണൻ. പോലീസും കേസൊന്നും വേണ്ടച്ചോ. എങ്ങനെ വിശ്വസിക്കും ഒരു പെണ്ണിനെ? മനസ്സിൽ ആത്മാർത്ഥതയുടെ ഒരു കണികയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഈ ക്രൂരത ചെയ്യില്ലായിരുന്നു. മോനെ, ഈ അവസ്ഥയിൽ സമാധാനിക്കണമെന്നേ എനിക്ക് പറയാൻ കഴിയൂ. സ്ത്രീകളുടെ ഇഷ്ടത്തിനപ്പുറം ഇപ്പോഴത്തെ നിയമങ്ങളൊന്നും വിജയിക്കില്ല. പുരുഷന്മാർക്കാണെങ്കിൽ നിയമങ്ങളുമില്ല. അച്ചോ, അച്ചോ, ഇനി ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം? എന്തിനു വേണ്ടി ജീവിക്കണം? ഏതുവരെ ജീവിക്കണം? മോനെ, എല്ലാവർക്കും എല്ലാ കാലത്തേക്കും നമ്മളെ ആവശ്യമില്ലെന്നേ. അവരതിൻ്റെ സൂചന കാണിച്ചു തുടങ്ങുമ്പോൾ തിരിച്ചു കിട്ടില്ലെന്ന് തോന്നി തുടങ്ങിയാൽ അവരെ അകലാൻ അനുവദിക്കുക. ഈ അകൽച്ച പിടിച്ചു വെക്കാൻ ശ്രമിച്ചാൽ അത് വെറുപ്പായി മാറും. അച്ഛൻ പറഞ്ഞു ശരിയാ. എന്നേക്കാൾ സന്തോഷവും വൈബും കിട്ടുന്നിടത്തേക്കല്ലേ അവൾ പോയത്. വിട്ടുകൊടുക്കല്ല അച്ഛോ. എനിക്കറിയാലോ, എന്നേക്കാൾ കൂടുതൽ അവളെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല. അപ്പോ അച്ഛോ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? മോനെ, there is no purpose. But it is an opportunity to make purpose. അച്ഛോ, അതൊന്നുകൂടി പറഞ്ഞേ, ഒന്നുകൂടി പറയച്ചോ. Life is an opportunity to make purpose. ഓക്കെ ഓക്കെ. ഇപ്പോ മൈ സേഫാണ്. ഈശ്വരവാദിയായാലും നിരീശ്വരവാദിയായാലും ഇപ്പം വേണ്ടത് ഉള്ളു തുറന്ന പ്രാർത്ഥനയാണ്. പാപം ചെയ്തവരെ കല്ലെറിയട്ടെ. സന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ സമാധാനമുണ്ടാവട്ടെ. അച്ഛോ.